ഞാൻ ആദ്യം നിന്നെയാണ് വിളിക്കുന്നത് ഒരു പ്രസംഗത്തിന് വേണ്ടിട്ട്. പ്രസംഗത്തിനോ? ആ, ചന്ദ്രനെ പറ്റി ഒരു പ്രസംഗം. ചന്ദ്രനെ പറ്റി 400 വാക്കുണ്ടില്ലേ? എന്തോ എഴുതി കൊണ്ടുവരാനാണ്. സോ അടുത്തതായിട്ട് ബാബുവിനെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജനങ്ങളെ, മാന്യമഹാജനങ്ങളെ, നമ്മൾ ഏവരും ഇന്നിവിടെ അടിച്ചു കൂടിയിരിക്കുന്നത് നമ്മുടെ ചുണ്ടം ചന്ദ്രബാജിന്റെ ബർത്ത്ഡേ പരിപാടി. തന്തയുടെ കാര്യം പറയുവാണെങ്കിൽ 1 2 100 തന്തയ്ക്ക് പിറന്നവൻ തുല്യം ചന്ദ്രൻ. 100 തന്തയ്ക്ക് പിറന്നവൻ തുല്യം ചന്ദ്രൻ. നമ്മുടെ ചന്ദ്രബോസിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. നിങ്ങൾ സാധാരണ ചന്ദ്രനാണോ ഇത്? ഇതൊരു സാധാരണ ചന്ദ്രനല്ല. ഒരു കറുത്ത വാവ് ദിവസം അമാവാസി രാത്രിയിൽ ആർക്കോ ചന്ദ്രബോസ്, നമ്മുടെ ഏവരുടെയും സ്വന്തം ചന്ദ്രബോസ്. കഷ്ടപ്പാടിന്റെ കാര്യം പറയുവാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ ടിവിയിൽ മുലലിത മനസ്സിലിടം പിടിച്ച ചന്ദ്രബോസ് എന്തോരം കഷ്ടപ്പെട്ടെന്ന് കാണണമെങ്കിൽ അവന്റെ മുട്ടിലെ തരമ്പ് കണ്ടാൽ മതി. നിങ്ങൾക്ക് മുട്ടിലെ തരമ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്നാൽ അവന്റെ നാക്കിലെ തരമ്പ് നോക്കണം. ഒന്ന് സ്വന്തം കുടുംബം കൂട്ടിച്ചേർക്കുന്നതിന് മുന്നേ ഗ്യാങ്ങിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവൻ ചന്ദ്രൻ. അങ്ങനെ വേണ്ടി അതാണ് നമ്മുടെ സ്വന്തം ചന്ദ്രൻ. ചന്ദ്രൻ എന്തുകൊണ്ട് ചന്ദ്രനായി? ചന്ദ്രൻ നമുക്ക് വേണ്ടി ചന്ദ്രനായി. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് മഞ്ഞമക ജനങ്ങളെ, നമ്മുടെ ചന്ദ്രന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോ ഒരുപാട് പേര് ഇവിടെ ഉണ്ടെന്നറിയാം. എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും നമ്മുടെ ചന്ദ്രൻ ഒരുപാട് നാള് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഏവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് ചന്ദ്രന്റെ ചെറിയൊരു പിരിവുണ്ടാവും. അപ്പോൾ ചന്ദ്രന് വേണ്ടി ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊരു പിരിവ് ബക്കറ്റുമായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഫണ്ടിട്ട് സഹായിക്കണം. പിന്നെ എന്നെക്കാട്ടി കൂടുതൽ ചന്ദ്രനെ പറ്റി അറിയാവുന്നത് നമ്മുടെ സ്വന്തം മുലലിക്കാണ്. അപ്പോ ചന്ദ്രനെ പറ്റി 2-3 എക്സ്ട്രാ വാക്കുകൾ ഇതിൽ പുറമെ സംസാരിക്കാനായി ഞാൻ പരിന്ത് ബാജുവിനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യണം.